ഇസ്മായിൽ ദഹ്ലവിന്റെയും മുഹമ്മദ് ഇർഫാന്റെയും ശിഷ്യനായി ഖലീഫയായി പ്രവർത്തിക്കുന്ന മുഹമ്മദ് ഇല്യാസ്. ഇനി വിശദീകരിക്കാൻ ഇവിടെ നേരെയില്ലെങ്കിലും പ്രധാനപ്പെട്ട 10-15 വിഷയങ്ങൾ, മെയിനായി 10 വിഷയങ്ങളിൽ ഇല്യാസിന്റെ തബ്ലീഗുകാരും നമ്മളും തമ്മിൽ വ്യത്യാസമാകുന്നു. ഒന്നാമതായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസം തന്നെ. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ളതിരിക്കുന്ന വിശ്വാസം സിറാത്തുൽ മുസ്തഖീമിൽ അയാൾ പറഞ്ഞു ജിഹത്തിനെ അള്ളാഹു സുബ്ഹാനഹു വ തആലാക്ക് നിഷേധിക്കൽ ബിദ്അത്താണ്. അപ്പൊ ജിഹത്തുള്ളതായിരിക്കുന്ന അള്ളാഹുവിൽ അയാൾ വിശ്വസിക്കുന്നത്. മറ്റൊരു കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആലാക്ക് നുണ പറയൽ മുംകിനാണ്, കളവ് പറയൽ മുംകിനാണ് എന്ന് ഫതാവ റഷീദിയിൽ കാണാം, സിറാത്തുൽ മുസ്തഖീമിൽ കാണാം, വേണമെങ്കിൽ ജുഹുദുൽ മുഖല്ലിലും കാണാവുന്ന ജിൽദ് 77-ാം പേജിൽ ഇംകാനുൽ കദ്ബിന്റെ മസല. അല്ലാഹു തആലാക്ക് കളവ് പറയൽ ജായിസാണ്, മുംകിനാണ് എന്ന് പറയുന്നിരിക്കുന്ന മസല. ഇതും അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന് എതിരായിരിക്കുന്ന വിശ്വാസമാണ്. വിശകലനം ചെയ്യാൻ ഇപ്പൊ സമയമില്ല. രണ്ടാമത്തത് തൗഹീദിലുള്ളതിരിക്കുന്ന വിശ്വാസം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഒന്ന്. രണ്ടാമത്തത് നുബുവത്തിനെ സംബന്ധിച്ചുള്ളതിരിക്കുന്ന ഖത്മുൻ നുബുവത്തിനെ സംബന്ധിച്ചുള്ളതിരിക്കുന്ന വിശ്വാസം. ഈ പറഞ്ഞിരിക്കുന്ന ഇസ്മായിൽ ദഹ്ലവിനെ കഴിച്ചാൽ ഇല്യാസ് സാഹിബിന്റെ പ്രഥമ ഉസ്താദായിരിക്കുന്ന റഷീദ് അഹമ്മദ് ഗംഗോഹി അയാളെ മരണശേഷം താൻ പിന്തുടർന്നിരിക്കുന്ന ഖലീൽ അഹമ്മദ് അംബേട്ടവി സാറംപൂരി എന്ന് പറയുന്നയാൾ, അതേപോലെ തന്നെ അഷ്റഫ് അലി താനവി, ഈ 3 പേരാണ് അയാളുടെ പ്രധാന ഗുരുനാഥന്മാര്. അവരുടെ വിശ്വാസമാണ് ഞാൻ പിൻപറ്റുന്നതെന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നു. ഈ 3 ആളുടെയും തലപ്പത്ത് ദൈവബന്ദി ദാറുൽ ഉലൂമിന്റെ സ്ഥാപകനായ മുഹമ്മദ് ഖാസിം നാനൂത്തവി, അയാൾക്ക് തഹ്ദീറുൻ നാസ് എന്നൊരു പുസ്തകമുണ്ട്. അതിൽ സമർത്ഥിച്ചു കാണുന്നു നുബുവത്ത് അവസാനിക്കുക എന്ന് പറഞ്ഞാൽ ഖത്മുൻ നുബുവത്ത്, അത് കാലികമായി സമാനിയായിരിക്കുന്ന ഖത്മുൻ നുബുവത്തിന് ഒരു പ്രധാനമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ വിശ്വസിക്കൊള്ളണമെന്നില്ല. മറിച്ച് നുബുവത്തിന്റെ സ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റവും അതിന്റെ ഉന്നത സ്ഥാനം അവസാനിച്ചു എന്നേ അർത്ഥമുള്ളൂ, അതേ വിശ്വസിക്കേണ്ടതുള്ളൂ. ഇത് തഹ്ദീറുൻ നാസ് എന്ന് പറഞ്ഞിരിക്കുന്ന അയാളുടെ പുസ്തകത്തിന്റെ 2-3 സ്ഥലങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യ. അപ്പോ 1 അള്ളാഹുവിലുള്ള വിശ്വാസം, 2 നുബുവത്തിലുള്ള വിശ്വാസം. ഇനി അവിടെ നിന്നും കൊണ്ടെത്തിയിട്ട് ഖാസിം നാനൂത്തവി അതാണ് പറഞ്ഞതെങ്കിൽ ഇല്യാസ് അദ്ദേഹത്തിന്റെ മൽഫൂദാത്തിൽ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ജനങ്ങളുമായി ബന്ധപ്പെടുന്ന അവസരത്തിൽ ഹൃദയത്തിൽ കലർപ്പുണ്ടാകുന്നു, കുദൂറാത്തുണ്ടാകുന്നു. അത് പൊറിപ്പിക്കാനാണ് ഇസ്തിഗ്ഫാർ ചെയ്യുന്നത് 100 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇത് തന്നെയാണ് നമ്മുടെ മുജാഹിദ് നേതാവായിരിക്കുന്ന ഉമർ മൗലവിയും പറഞ്ഞത്. 100 കുറ്റം പാപങ്ങളിൽ നിന്നുണ്ടാകുന്നതുകൊണ്ട് 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചെയ്യുന്നു. ചുരുക്കത്തിന് ഇസ്മത്തിനെ നിഷേധിക്കുക എന്ന വിഷയത്തിൽ ഖവാരിജികളിൽ നിന്ന് ആരംഭിച്ച് തബ്ലീഗിൽ അവസാനിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലുള്ള വിശ്വാസവും അള്ളാഹുവിലുള്ള വിശ്വാസവും രണ്ടും അവരുടേത്, സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമല്ല. 2. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഇൽമിനെ സംബന്ധിച്ച് നമ്മൾ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ മുഹയ്യബാത്തുകളും അറിഞ്ഞ ആളാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഹക്കിന്റെ വിവരമായിടയിൽ തർക്കമില്ല. അത് ആലമുൽ ഗൈബിൽ നിന്ന് തന്നെ തങ്ങൾക്ക് അറിയിച്ചു കൊടുത്തിട്ടുണ്ടോ എന്നൊരു വിഭാഗം
മഹാനായിരിക്കുന്ന ഇമാം ബുസ്രി റളിയല്ലാഹു അൻഹു തങ്ങൾ ഹംസിയുടെ ആരംഭത്തിൽ പറഞ്ഞു, ലക ദാത്തുൽ ഉലൂമി മിൻ ആലമിൽ ഗൈബി വമിന്നാ യാദമൽ അസ്മാഉ. ആലമുൽ ഗൈബ് അദൃശ്യ ലോകത്ത് നിന്ന് തന്നെ യഥാർത്ഥമായിരിക്കുന്ന വിജ്ഞാനം മുഴുവനും, അസ്മാവിന്റെ വിജ്ഞാനമല്ല മുസമ്മയാത്തിന്റെയും എല്ലാ വിജ്ഞാനവും തങ്ങൾക്ക് അല്ലാഹു നൽകിയിരിക്കുന്നു. വമിൻഹാ ലിആദമൽ അസ്മാഉ, അതിൽ നിന്ന് അബുൽ ബശർ ആദം നബി അലൈഹി ഇസ്ലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വഅല്ലമ ആദമൽ അസ്മാ കുല്ലഹാ, എല്ലാ അസ്മാവും പഠിപ്പിച്ചു എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയല്ല. നന്ന ചെറിയ ഇമാം സാവിയെ പോലുള്ളതായിരിക്കുന്ന മഹാന്മാരെ സമർത്ഥിച്ചു, വല്ലദീ യജിബുൽ ഈമാനു ബിഹി, നാം വിശ്വസിക്കൽ നിർബന്ധമായ കാര്യം, അന്ന നബിയനാ സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യന്തഖിൽ മിനദ് ദുനിയാ, ദുനിയാവിൽ നിന്ന് യാത്ര പറഞ്ഞു പോയിട്ടില്ല, ഇല്ലാ വഅലമഹു അല്ലാഹു ജമീഅൽ മുഗയ്യബാത്ത്, ലോകത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെയും അവസാനം സ്വർഗനരകത്തിൽ ആരെല്ലാം പോകും എന്നതുവരെയുമുള്ള എല്ലാ ഉലൂമുകളും എല്ലാ ഗൈബുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയിച്ചിട്ടല്ലാതെ തങ്ങൾ ഇവിടുന്ന് വഫാത്തായിട്ടില്ല. അപ്പൊ ഓരോ സമയത്ത് പറഞ്ഞത് ആ സമയത്ത് അറിയിക്കാത്തതിനെ പറ്റി ആവാം എന്നർത്ഥം. നേരെ മറിച്ച് ഞാൻ ആദ്യം പറഞ്ഞ മഹാന്മാർ, ഇമാം ബാജൂരി, ഇമാം ബുസ്രി പോലത്തെ മഹാന്മാര് ആലമുൽ ഗൈബ് എന്ന് തന്നെ അറിയിച്ചു എന്ന് പറയുമ്പോൾ ആലമുൽ ഗൈബ എന്നൊക്കെ തങ്ങൾ എങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ അതിന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ മറുപടി പറഞ്ഞിരിക്കുന്നു. അത് തവാദുവിന് വേണ്ടി പറഞ്ഞതാണ്, വിനയത്തിന് വേണ്ടി പറഞ്ഞതാണെന്നാവാം. അല്ലെങ്കിൽ ആ സമയത്ത് അതിലേക്ക് ഇൽത്തിഫാത്തില്ല. അറിയുന്നതൊക്കെ എല്ലാ സമയത്തും ശ്രദ്ധ വേണമെന്നുണ്ടോ? ശ്രദ്ധിക്കുമ്പോഴല്ലേ ആ കാര്യത്തിലേക്ക് ബോധമുണ്ടാവുക. അതിനുദാഹരണം ആവശ്യമില്ല. എല്ലാവർക്കും ഉപബോധ മനസ്സുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യ. അറിയുന്നതൊക്കെ എല്ലാ സമയത്തും ഇസ്തിഗ്ഫാർ വേണമെന്നില്ല, ഇൽത്തിഫാത്ത് വേണം. അപ്പൊ ആ കാര്യത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോ ആ കാര്യം ഓർമ്മ വരും, അല്ലെങ്കിൽ ഓർമ്മ വരൂല. അതുകൊണ്ട് അറിയില്ല എന്നർത്ഥമില്ല. ഇങ്ങനെ ധാരാളം മറുപടികൾ മുഫസ്സിരീങ്ങൾ അതുപോലെ തന്നെ മുഹദ്ദിസീങ്ങൾ അതിന് പറഞ്ഞു കാണാം. അത് ദീർഘമായി ഞാനിപ്പോൾ സംസാരിക്കാൻ നിൽക്കുന്നില്ല. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇൽമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം താഴ്ത്തി നിന്ദിച്ചു പറയുന്നതിരിക്കുന്ന സ്വഭാവം മൂന്നാമത്തത്, അതായത് ഞാൻ പറഞ്ഞ ഖലീൽ അഹമ്മദ് അംബേട്ടി എന്ന് പറയുന്നയാള് അയാളെ ബറാഹിൻ ഖാത്തിയ എന്ന പുസ്തകത്തിൽ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇബ്ലീസിനും മലക്കുൽ മൗത്തിനും വിശാലമായ വിജ്ഞാനമുണ്ട് എന്ന് നസ്സ് വന്നിരിക്കുന്നു. എന്നിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഒരു നസ്സ് വന്നിട്ടില്ല. പിന്നെങ്ങനെയാണ് എല്ലാ ഇൽമും തങ്ങൾക്കറിയും എന്ന് വാദിക്കാൻ പറ്റുക? ബറാഹിൻ ഖാത്തിയ എന്ന പുസ്തകത്തിൽ ഖലീൽ അഹമ്മദ് അംബേട്ടവി എന്ന് പറയപ്പെടുന്ന ഇയാളുടെ ഖലീൽ അഹമ്മദ് രണ്ടാമത്തെ ഉസ്താദ് പറഞ്ഞ വാക്കാണത്. അൽ ഹാസിൽ ഗൗർ കർനാ ചാഹിയെ കെ ശൈത്താൻ और मलकुल मौत का हाल देखकर आलमी मुहीत जमीन का फख्र आलम को खिलाफ नसूस कतिया के बिला दलील महज क़ियास फासला साबित करना शिर्क नहीं तो कौन सा എന്നാ ചോദിക്കുന്നു. നസ്സ് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി മലക്കുൽ മൗത്തിനും ശൈത്താനും പരമമായ വിശാല വിജ്ഞാനമുണ്ടെന്ന് നസ്സ് കൊണ്ട് വന്നിരിക്കുന്നു. ആ നസ്സിനെതിരും കൊണ്ട് യാതൊരു തെളിവുമില്ലാതെ വെറും ഖിയാസ് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് എല്ലാ ഇൽമും ഉണ്ട് എന്ന് സമർത്ഥിക്കുന്നത് ശിർക്കല്ലെങ്കിൽ മറ്റെന്താ? എന്ത് ഈമാനാ അത്? ശിർക്കല്ലെങ്കിൽ കോൺസാ ഈമാൻ ഹേ, അതെന്ത് ഈമാനാ? ഇത് ബറാഹിൻ ഖാത്തിയ എന്ന അയാളുടെ പുസ്തകത്തിൽ 51-ാം പേജിൽ കാണും. പുതിയ പതിപ്പ് കിട്ടിയപ്പോ ഇത് 55-ാം പേജിൽ കാണും. അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇനി മറ്റൊരു നേതാവുണ്ട് ഈ വിഷയത്തിൽ. ഏതാ നേരത്തെ പറഞ്ഞ അസ്റഫ് ബിൻ താനബി എന്ന് പറയുന്നയാൾ. അയാൾക്ക് കുറെ പ്രസിദ്ധീകരണമുള്ള വലിയ ആളാ, ലോകത്തിൽ അറിയപ്പെട്ട ആളാ. വ്യക്തി കിതാബുകളുണ്ട്, പുസ്തകങ്ങളുണ്ട്. അതിൽപ്പെട്ടത് ഹിഫ്ളുൽ ഈമാൻ എന്ന് പറയുന്ന ഒരു പുസ്തകം. അതിനയാൾ സമർത്ഥിക്കുന്നത് എന്താ?
എല്ലാ ഗൈബും തങ്ങൾക്കറിയും എന്നാ പറയുന്നതെങ്കിൽ അത് മഹാലല്ലേ? അങ്ങനെയാ അടുത്തതാ. ഇനി അതല്ല ചില ഇൽമ അറിയാന്ന് വെച്ചാലോ, തങ്ങൾക്ക് എന്തെങ്കിലും വിശേഷം വന്നിനി, പന്നിക്കും നായിക്കും ഭ്രാന്തനും ദൈവനും എല്ലാവർക്കും ഇല്ലേ അങ്ങനെ കുറെ ഇൽമ? ചില ഇൽമ എവിടെ എത്തിയിരിക്കുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഈമാനുള്ള മനുഷ്യന്മാർ ആലോചിച്ച് നോക്കണം. ശൈത്താനിനേക്കാളും മലക്കുൽ മൗത്തിനേക്കാളും തങ്ങളെ ഇടിച്ചു താഴ്ത്തുകയും അങ്ങനെയുള്ള ഇൽമ തങ്ങൾക്കുണ്ട് എന്ന് വിശ്വസിച്ച മുശ്രിക്കല്ലെങ്കിൽ പിന്നെന്താണെന്ന് ചോദിക്കുകയും ചെയ്യുന്ന ബറാഹീനുകാരനും ചില ഇൽമ ആണ് തങ്ങൾക്ക് ഇൽമുൽ ഗൈബാണുള്ളത് എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഭ്രാന്തനും പന്നിയും നായിയും നബി തങ്ങളും തമ്മിൽ എന്ത് വ്യത്യാസം എന്ന് ചോദിക്കാൻ മാത്രം മതപ്പതിച്ചിരിക്കുന്ന അഷ്റഫ് അലി താനവി. എന്നിട്ട് ഇത്ന എന്ന പദം ഞാനിപ്പോ വിശദീകരിക്കുന്നില്ല, നേരമില്ല, പക്ഷെ കുട്ടികൾ പഠിക്കാൻ പിന്നെ നോക്കിക്കോളൂ. ആ ഇത്ന എന്ന പദത്തിന് തഫ്സീർ എഴുതിയിരിക്കുന്നു അവരെ 3 വലിയ ബടാ നേതാക്കന്മാർ. ഇത്ന എന്ന് പറഞ്ഞാൽ ഐസ എന്നാണ് ഒരു മേന ഒരു കൂട്ടർ എഴുതി. അങ്ങനെ പറഞ്ഞപ്പോ വേറൊരു കൂട്ടർ അല്ല പദ ഐസ എന്ന ഐസ എന്നിരിക്കുന്ന പദം ഉപയോഗിച്ച് ഐസ എന്ന പദം ഇത്നാന്റെ മേനക്കാണ് ഒരു കൂട്ടർ എഴുതി. മറ്റൊരു കൂട്ടർ ഇത്നാന്ന് മനസ്സിലാക്കിയ ശിർക്കാണ്. അതുകൊണ്ട് ഐസാന്റെ മേനെ ഇത്നാന്നല്ല, പിന്നെ തശ്ബീഹീയല്ല, നേരെ മറിച്ച് അതായത് അയാളുടെ ശിഷ്യന്മാരിൽ പെട്ടതിരിക്കുന്ന അബ്ദുൽ ഷക്കൂർ ലഖ്നവി എന്നൊരാള് നുസ്രത്ത് നുഅ്മാനി എന്ന പുസ്തകത്തില് അയാൾ പറയുന്നത് റസൂലിന് ഇൽമ ഗൈബ് നമ്മൾ ഇൻകാർ ചെയ്യുന്നു. പക്ഷേ ആ നിഷേധിക്കുന്നതിന്റെ അർത്ഥം ഐസ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇത്ര എന്നുള്ളതല്ല, പിന്നെ ഇത്ര എന്നുള്ള അർത്ഥത്തിന് ഇത്ര എന്ന അർത്ഥത്തിലല്ല, മറിച്ച് അങ്ങനെയുള്ള എന്ന അർത്ഥത്തിലാണ്. അയാൾക്കെതിരായും കൊണ്ട് മൻസൂർ നുഅ്മാനിക്ക് വേറൊരു ഫത്വ പറയലി എന്നൊരു പുസ്തകമുണ്ട്. അതിലാണ് പറയുന്നത് അങ്ങനെയെന്ന മേനക്കല്ല ഇത്ര എന്നുള്ള മേനക്കാണ്. അതുപോലെ തന്നെ ഷിഹാബു സാബിൽ ശ്രീനബി വന്നനെയും പറയുന്നു ഇത്ര എന്നുള്ള മേനക്കല്ല അങ്ങനെയെന്നുള്ള മേനക്കാണ്. അപ്പൊ ഐസാന്റെ മേനന്റെ തഫ്സീർ ഇത്ര എന്നാണോ അല്ല തശ്ബീഹിന്റെ മേനയാണോ എന്ന് അവർ തമ്മിൽ ഖിലാഫ. ഏതോ ആവട്ടെ, അയാൾ ഐസ എന്ന ലഫ്ള് ഉപയോഗിച്ച് പറഞ്ഞെന്താ അങ്ങനെയുള്ള അല്ലെങ്കിൽ അത്രയുള്ള എന്ത് മേന വെച്ചാലും ശരി, ആ ഇൽമ് ഭ്രാന്തനിയും അതുപോലെ പന്നിക്കുന്ന നായിക്കെല്ലാം ഇല്ലേന്നാ. ഈ തശ്ബീഹ് അത്രയെന്ന് പറഞ്ഞാലും അങ്ങനെയെന്ന് പറഞ്ഞാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചേർക്കുന്നത് എന്താണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടതാ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇൽമിനെ അതുപോലെ തന്നെ തങ്ങളുടെ ഇൽമുൽ ഗൈബിനെ നിഷേധിക്കുക, തങ്ങളുടെ ഇൽമിനെ ഏറ്റവും നിന്ദിച്ചതിരിക്കുന്ന രൂപത്തിൽ ഉപയോഗപ്പെടുത്തുക, ഇത് 4ാമത്തെ കാര്യ. ഇൽമുൽ ഗൈബ് നബി തങ്ങളുടെ ഇൽമിന്റെ വിഷയത്തിനെ നിഷേധിക്കാം എന്ന 3ാമത്തെ കാര്യം എങ്കിൽ 4ാമത്തത് ഇൽമുൽ ഗൈബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇല്ല എന്ന് നിഷേധിക്കല. ഈ കാര്യം വിശദമായും കൊണ്ട് അവസാനം എവിടെ എത്തി എന്ന് ചോദിച്ചാൽ നിസ്കാരത്തിലേക്കെത്തി. നിസ്കാരത്തിൽ അത്തഹിയ്യാത്തു നമ്മൾ ഓതിയിട്ട് അള്ളാഹുവിനെ വാഴ്ത്തിയതിനു ശേഷം അതിന്റെ ഏറ്റവും മർമ്മം ഞാൻ ഫാത്തിഹ കൊണ്ട് പറഞ്ഞത് മാതിരിയിൽ അത്തഹിയ്യാത്തുവിന്റെ മർമ്മം അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അഭയം പ്രാപിച്ചുകൊണ്ട് തങ്ങളുടെ വസീലത്തുൽ ഉദ്മ ആയി സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കല. ആ ഖിതാബ് മഹാനായിരിക്കുന്ന ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഹിയിലും മഹാനായ ഇമാം ഷെഹറാനി തന്റെ മീസാനിലും അതുപോലെ യൂസുഫിന്റെ ഭാര്യ തങ്ങള് അദ്ദേഹത്തിന്റെ ഷാഹദ്ദാറയിൽ പോലത്തിരിക്കുന്ന ധാരാളം കിതാബുകളിൽ മഹാന്മാരായിരിക്കുന്ന ഉലമാഉൽ ഹഖീഖത്ത് അവരുടെ കിതാബുകളിലൊക്കെ തങ്ങൾ അവിടുന്ന് കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, മടക്കുന്നുണ്ട് എന്ന വിശ്വാസത്തിൽ തന്നെ ചെല്ലണമെന്നും അപ്പോഴേ അത്തഹിയ്യാത്തുവിന്റെ ശരിയായതിരിക്കുന്ന മൂല്യം ഉണ്ടാവുകയുള്ളൂ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു.
ഇതൊന്നും മലക്കുകൾ എത്തിക്കുന്നു എന്ന് വിശ്വസിച്ചോളണം എന്ന് നിർബന്ധം ആരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് മലക്കുകൾ എത്തിക്കുന്നു എന്ന് വേണം വിശ്വസിച്ചോട് വിരോധമില്ല. തങ്ങൾ ഇൽമുൽ ഗൈബ് കൊണ്ട് തഹയ്യാത്തു അസ്സലാമു അലൈക ചൊല്ലിയാൽ കേൾക്കും, അറിയും, മടക്കും എന്ന് വിശ്വസിച്ചാൽ മുശ്രിക്കാണ്. അത് മുശ്രിക്കായ നിസ്കാരമുണ്ട്. അപ്പൊ നമ്മൾ സുന്നികൾ നിസ്കരിക്കുന്ന നിസ്കാരം മുശ്രിക്കിന്റെ നിസ്കാരമാണ്. നമ്മൾ തബീഉം ആയിട്ടുള്ള നാലാമത്തതും വളരെ പ്രധാനവുമായിരിക്കുന്ന വ്യത്യാസം അതാണ്. ഇവിടെ ആലിമീങ്ങൾക്ക് ചർച്ച ചെയ്യുന്ന അവസരത്തിൽ ഒരുപാട് പറയാനുണ്ട്. ഇതെവിടെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ അത് മാത്രം ഇവിടെ തഹയ്യാത്തിന്റെ വിഷയം. നബി നിങ്ങൾക്ക് ഗൈബ് അറിയും എന്ന് വിശ്വസിച്ചുകൊണ്ട് തഹയ്യാത്ത് ഓതിയാൽ മുശ്രിക്കായി പോകും, പിന്നെ മുശ്രിക്കായ നിസ്കാരവും പിന്നെ ഒന്നും ഉണ്ടാവില്ലല്ലോ എന്ന് അദ്ദേഹം അവരെഴുതിയിരിക്കുന്ന പുസ്തകങ്ങൾ, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ടതിരിക്കുന്ന ഫത്വാന്റെ കിതാബാണ് റഷീദ് അഹമ്മദ് ഗംഗോഹിന്റെ ഫത്താവ റഷീദിയ. ആ ഫത്താവ റഷീദിയയിൽ അദ്ദേഹം സമർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ തങ്ങൾ വഫാത്തായതിനു ശേഷം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അത് മാറ്റിയിട്ട് അലൻ നബി എന്ന് ചൊല്ലിയിട്ടുണ്ടല്ലോ. എന്നാൽ ഇത് പച്ചക്കള്ള. നിങ്ങൾക്ക് ആലിമീങ്ങളോട് ചോദിക്കണം, ബുഖാരി മറിച്ചു നോക്കാൻ പറയണം. അതുകൊണ്ട് അലൈക്ക എന്ന് പറയുമ്പോൾ ഇപ്പോ നമുക്ക് തങ്ങൾ കേൾക്കുമെന്ന് ഓർമ്മിച്ചിട്ട് മുശ്രിക്കായി പോകൂലേ എന്ന് സംശയം ചോദിച്ച ഒരാൾക്ക് അയാൾ ഫത്താവ റഷീദിയിൽ അയാൾ കൊടുക്കുന്നതിരിക്കുന്ന മറുപടിയാണ് അലൈക്കാന്ന് ചെല്ലിയാലും വിരോധമില്ല, അലൻ നബി ചെല്ലിയാലും വിരോധം, നിങ്ങൾ ഇഷ്ടംപോലെ ചൊല്ലിക്കോളൂ. ഒന്നാമത്തെ ഫത്വ അലൈക്കാന്ന് ചെല്ലിയാലും വിരോധമില്ല. അസ്സലാമു അലൈക ഇനി അത്തഹിയ്യാത്ത് അങ്ങോട്ട് അസ്സലാമു അലൻ നബി ചെല്ലിയെന്ന് വിരോധമില്ല, അസ്സലാമു അലൈക്കാന്ന് ചെല്ലിയാലും വിരോധമില്ല. പിന്നെന്താ തകരാറ്? അലൈക ചെല്ലിയാലും അലൻ നബി ചെല്ലിയാലും തങ്ങളവിടുന്ന് കേൾക്കുന്നുണ്ട്, ഇൽമുൽ ഗൈബ് കൊണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ ഇല്ലേ? അങ്ങനെ വിശ്വസിക്കുകയാണെങ്കിൽ മുശ്രിക്കാവും. അങ്ങനെ വിശ്വസിക്കുന്നില്ലെങ്കിലോ മഴന്ന് ഹിക്കായത്ത് ഹോത്തോ. ഹിക്കായത്ത് എന്ന് പറഞ്ഞാൽ നബി തങ്ങൾ ജീവിച്ചിരിക്കുമ്പോ അസ്സലാമു അലൈക എന്ന് നബിയും സഹാബത്തും ചൊല്ലി കാര്യത്തിൽ അങ്ങനെ രൂപപ്പെട്ട അത് വിരോധമില്ല. നേരെ പോലെ തങ്ങൾ കേൾക്കുമെന്ന് വിശ്വസിച്ചാൽ മുശ്രിക്കായി പോവും. ഇതിപ്പോ ഈ വിഷയം തഖ്വിയത്തുൽ ഈമാനിൽ കാണാം 57-ാം പേജിൽ. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞിരിക്കുന്ന ബറാഹിൽ ഖാത്തിയിൽ കാണാം. अगर अतहियात में अकीदा इल्म गैब का होगा तो उनको उसके शिर्क होने से क्या कब इंकार है? ബറാഹിൽ ഖാത്തിയുടെ ഇബാറത്താണ്. ബറാഹിൽ ഖാത്തിയ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ 28-ാം പേജിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽമുൽ ഗൈബ് കൊണ്ട് അറിയും എന്ന് വിശ്വസിച്ച് അത്തഹിയ്യാത്ത് ഓതിയാൽ മുശ്രിക്കാവുന്നതിൽ എന്ത് ഇൻകാറാണ്? മുശ്രിക്കാവുന്നല്ലേ നിഷേധിക്കാൻ എങ്ങനെ സാധിക്കും? लो इस बाब में भी हम आपको बतलाते हैं कि बुखारी में है कि इब्न मसूद था हयात बग़ैर आलम का अस्सलाम अलैका अय्युहन नबी तहियात में पढ़ते थे और बाद वफात आपके अस्सलाम अलैका नबी पढ़ने लगे थे. അയാളും സമ്മതിക്കുന്നത് തന്നെയാണ് തങ്ങളുടെ ശേഷം ഇബ്നു മസ്ഊദ്. എന്നാൽ ഇത് പച്ചക്കള്ള. നിങ്ങൾക്ക് ആലിമീങ്ങളോട് ചോദിക്കണം, ബുഖാരി മറിച്ചു നോക്കാൻ പറയണം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഹാശാവക്കല്ല അലൻ നബി എന്ന് ലഫ്ള് ഉപയോഗിച്ചിട്ടേ ഇല്ല. മറിച്ച് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ എന്താ? ഫലമ്മാ ഖുബിദ ഖുൽനാ അസ്സലാം. തങ്ങൾ വഫാത്തായപ്പോഴും ഞങ്ങൾ സലാം പറഞ്ഞു, ഞങ്ങൾ അതേ സലാം പറഞ്ഞു. പക്ഷെ അവിടെ അസ്സലാം എന്ന് നിർത്തിയപ്പോ റാവികളിൽപ്പെട്ട ചിലര് അതിന് ഇഖ്തിലാഫുണ്ട്. ചിലർ പറഞ്ഞ അബൂ അവാന അതിന്റെ റിവായത്ത് ചെയ്തിരിക്കുന്ന റാവിയ അബൂ അവാന, മറ്റു ചിലർ ഇബ്നുൽ ഖാരി പോലത്തെ ഇരിക്കുന്ന മറ്റു ചില മുഹദ്ദിസീങ്ങള് യാനി എന്ന ലഫ്ള് അബൂ അബ്ദുല്ലാഹ് ബുഖാരി ഇമാം പറഞ്ഞതാണ് എന്ന് പറയുന്നത്. ഏതായാലും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അലൻ നബി എന്ന് പറഞ്ഞിട്ടില്ല. എന്നിട്ട് അലൻ നബി എന്ന് തങ്ങൾ പറഞ്ഞു, ഇബ്നു മസ്ഊദ് പറഞ്ഞു തങ്ങൾ വഫാത്തിന് ശേഷം എന്ന് ഈ രണ്ട് മുഹദ്ദിസീങ്ങൾ എന്ന് പറയപ്പെടുന്നതിരിക്കുന്ന ഇല്യാസിന്റെ രണ്ട് ഉസ്താദ്മാർ എന്തിനത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ തങ്ങൾക്ക് ഇൽമുൽ ഗൈബ് ഇല്ല, നിഷേധിക്കണം.
അതിനത്തയ്യാത്തവന് പോലും മാറ്റിമറിക്കണം. ഇതാണ് അവരെ നാലാമത്തെ വിഷയം. ഇനി അഞ്ചാമത്തെ വിഷയം നേരത്തെ തക്വീയത്ത് തന്നെ. തക്വീയത്തുൽ ഈമാൻ അതുപോലെ മുതൽ ആഖിർ വരെ മുഴുവനും ഇസ്തിഗാസയും ഔലിയാക്കന്മാരെ വിളിക്കലും മുശ്രിക്കാക്കുന്ന പുസ്തക. അപ്പൊ തവസ്സുൽ ഇസ്തിഗാസ ശിർക്കാണ് എന്ന വാദം അഞ്ചാമത്തെ കാര്യം. ആറാമത്തത് തഖ്വീത്തുൽ ഈമാന്റെ തന്നെ മറ്റൊരു വാചകം. അത് നേരത്തെ പറഞ്ഞതിന്റെ മറ്റൊരു പതിപ്പ് എന്നേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവട്ടെ, ഔലിയാക്കന്മാരാവട്ടെ, ഏത് മഹാനായിരുന്നാലും അവരൊക്കെ അള്ളാന്റെ അടുത്ത് ചെരുപ്പൂത്തിന്റെ സ്ഥാനമേ ഉള്ളൂ. അള്ളാന്റെ അടുത്ത് ചെരുപ്പൂട്ടിന്റെ സ്ഥാനമേ ഉള്ളൂ. ചുമ്മാർസേ സലീലെ, സ്കാഫ്സേ സലീലെ, ഇതൊക്കെയായി ഭാരത്. ഇങ്ങനെ തങ്ങളെ ഇസ്റാഹ് ചെയ്യുക എന്നുള്ളത് മഹാനായിരിക്കുന്ന ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാഷയിൽ കുഫറാണ്. അവർ രേഖപ്പെടുത്തിയന്തരം അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ അലിമികളെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഇത്തരത്തിൽ ആക്ഷേപിക്കുന്ന വാചകങ്ങൾ ശിർക്കാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അത് സാക്ഷാൽ ദീനും അഖീദയുമായി അവർ വിശ്വസിക്കുന്നു. ഈ തഖ്വീത്തുൽ ഈമാൻ ഐനുൽ കിതാബി വസ്സുന്ന എന്ന് ഫതാവ റഷീദിയിൽ റഷീദ് അഹമ്മദ് ഗംഗോയി ഫത്വ ചെയ്യുന്നു. കിതാബിന്റെയും സുന്നത്തിന്റെയും ഐനാണ്. എന്ത് 53 ആയത്തുകളെ കൊണ്ട് സുന്നികളായ മുസ്ലിമീങ്ങളെ ശിർക്കാക്കിയത്. എന്നിട്ട് അവസാനം സമർത്ഥിച്ചിട്ട് അമ്പിയാക്കളെ ഔലിയാക്കളെ നിന്ദിക്കാൻ വേണ്ടി പറഞ്ഞ അവസാനത്തെ വാചകം, ഏത് വലിയ ആളായാലും ജ്യേഷ്ഠന്റെയോ അനുജന്റെയും സ്ഥാനമല്ലാതെ അള്ളാന്റെ അടുത്തെത്തുമ്പോ അവര് ചെരുപ്പൂത്തിന്റെ സ്ഥാനം അവർക്കുള്ളൂ. തഖ്വീത്തുൽ ഈമാൻ മറിച്ച കാണാൻ കഴിയുന്നതിരിക്കുന്ന വാചക. ഇനി ഏഴാമത്തെ കാര്യം, മൗലൂദിന്റെ ഫതാവ റഷീദിന്റെ 2 ഭാഗമായിട്ടുള്ള പുസ്തകത്തിന്റെ 123 പേജിൽ കാണാം. കർബല ദിവസം ബഹുമാനപ്പെട്ടതിരിക്കുന്ന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ പുറത്ത് അവരെ പേരിൽ വല്ല ഭക്ഷണം പാകം ചെയ്ത് ദാനം ചെയ്യുന്നത് ഹറാമാ. അതിനോട് ഖിയാസായിട്ട് റസൂലുള്ളാഹിന്റെ റബീഉൽ ആഖിർ 11 അതുപോലുള്ളതിരിക്കുന്ന ദിവസങ്ങൾ, ആ ദിവസങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് ഹറാമാണ്. നമ്മളത് അള്ളാഹുവിന്റെ അടുത്ത് മർദിയായ ഇബാദത്തായി വിശ്വസിക്കുന്നു. അഹ്ലുസുന്നത്തുൽ ജമാഅത്ത്. എട്ടാമതായി നേരത്തെ പറഞ്ഞ മാതിരി അമ്പിയാക്കള് പ്രത്യേകമായ ഒരു സ്ഥാനം അവർക്കില്ല. അവരെ ജ്യേഷ്ഠൻ, ഒരു അനുജൻ ജ്യേഷ്ഠനായിട്ട് കണക്കാക്കുന്നതിരിക്കുന്ന സ്ഥാനമല്ലാതെ അതിൽ കവിഞ്ഞ സ്ഥാനം വില വെച്ചു കൊടുക്കേണ്ടതില്ല എന്ന് തഖ്വീയത്തിന്റെ 50-ാം പേജിൽ സമർത്ഥിച്ച് കാണുന്നു. ഒമ്പതാമത്തെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ തശഹ്ഹുദിന്റെ ലഫ്ള്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കാണും കേൾക്കും എന്ന് വിശ്വസിക്കുന്നത് ശിർക്കാണ് എന്ന് മേൽപ്പറയപ്പെട്ടവരെല്ലാം പറഞ്ഞതിന് പുറമെ ഇല്യാസ് സ്വന്തം തന്നെ അയാളുടെ മക്കാത്തീബ് എന്ന് പറയപ്പെടുന്ന പുസ്തകത്തിന്റെ 90-ാം പേജിൽ എഴുതി കാണാം. സിറാത്തുൽ മുസ്തഖീമിന്റെ 97-ാം പേജിലുണ്ട്. ഇല്യാസ് തന്നെ മുബ്തദീങ്ങളുടെ തശ്ബീഹോട് കൂടി യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചാൽ അപകടമാണ്, ശിർക്കാണ്. അല്ലെങ്കിൽ ഞാനീ ചെല്ലുന്നതായിരിക്കുന്ന സ്വലാത്ത് അവിടുന്ന് ഹാദിറും നാദിറുമാണ്. ഹാദിറും നാദിറിന്റെ വായന എന്താ? അവിടുത്തെ സന്നിധാനത്തിലാണ് ഞാനിത് ചെല്ലുന്നത്, അവിടുന്ന് കാണുന്നുണ്ടതല്ലേ. ഹാദിറും നാദിറുമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അവിടുത്തെ സന്നിധിയിലാണ് ഞാനിത് ചെല്ലുന്നതെന്നും അവിടുന്ന് കാണുന്നുണ്ട് എന്നും വിശ്വസിച്ചു പോയാൽ അപകടമാണ് എന്ന് സാക്ഷാൽ ഇല്യാസ് തന്നെ അയാളുടെ മക്കാത്തീബിന്റെ 90-ാം പേജിൽ പ്രതി കാണുന്നു. അപ്പോ തശഹ്ഹുദിലായാലും അല്ലാതെയായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നമ്മൾ ഈ ചെയ്യുന്നതിരിക്കുന്ന സ്വലാത്ത്, നമ്മൾ ഈ ചെയ്യുന്നതിരിക്കുന്ന അമാലുകൾ കാണും അറിയും എന്ന് വിശ്വസിക്കുന്നത് അവരുടെ അടുത്ത് ശിർക്ക.
നമ്മളെടുത്തോ? നമ്മൾ വിശ്വസിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെടുത്ത് പ്രത്യേകമായിരിക്കുന്ന അവസരത്തിലും അല്ലാതെയും നമ്മൾ ചെയ്യുന്നതിരിക്കുന്ന അമല് മുഴുവനും ഹാജരാക്കപ്പെടുന്നുണ്ട്. നമ്മൾ സലാത്ത് ചെല്ലുന്ന അവസരത്തിൽ അവിടുത്തെ മുമ്പിൽ ആ സലാത്ത് അവതരിക്കുകയും നമ്മൾ സലാത്ത് ചെല്ലുന്ന അവസരത്തിൽ അവിടുന്ന് ആ സലാമ് കേൾക്കുകയും അടക്കുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം. അത് ശിർക്കാണ് എന്നതാണ് തബ്ലീഗുകാരുടെ വിശ്വാസം. അതേപോലെ തന്നെ മൗലിദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലിരിക്കുന്ന മൗലിദ്, അവരെ ഭാഷയിൽ ശിർക്കും ബിദ്അത്തുമാണ്. നമ്മളെടുത്ത് അത് ഖുർബത്തും സുന്നത്തുമാണ്. അതിനൊക്കെ തെളിവ് അവർക്ക് സാധാരണക്കാർക്ക് അറിയുന്ന കാര്യമാണ്. എന്താ മൗലിദ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയല. അതിനൊക്കെ കൂടിയാല് തങ്ങളുടെ പേരിൽ നേരത്തെ പറഞ്ഞ മാതിരി അനുസ്മരിക്കുന്നുണ്ട്. തങ്ങളുടെ പേരിൽ വല്ല സദഖയും ദാനധർമ്മവും ചെയ്യും കൂടിയാൽ അതാ മൗലിദ്. അതിനെ സംബന്ധിച്ച് ഫത്താവ റഷീദിയിൽ ചോദിച്ച അവസരത്തിൽ അങ്ങനെയുള്ള വിധേയത്വമില്ല, ഉണ്ടാവണ്ടിയുമില്ല, ഒന്നുമില്ലാതെ സഹീഹായ ഹദീസ് മാത്രം ഉദ്ധരിച്ചുകൊണ്ട് മൗലൂദില്ലാലോ. എന്നാലും പറ്റൂല. കാരണം എന്താ? അത് ഇന്ന് നടക്കുന്നതിരിക്കുന്ന നിലക്ക് ഒരു പ്രത്യേക സുന്നത്താന്ന് കരുതി പോയിട്ട് തന്നെ പിന്നെന്താണ് കരുതേണ്ടത്? മൗലൂദിനെ പറ്റി ഫത്താവ റഷീദിൽ ചോദിച്ചതിന് അയാൾ പറയുന്നിരിക്കുന്ന മറുപടി, ഏതു നിലക്കായിരുന്നാലും ശരി, ഈ ചോദ്യത്തിന് ഏതു നിലക്കായിരുന്നാലും ശരി, മൗലിദ് ഇന്നത്തെ നിലക്ക് മൗലിദ് ചെല്ലുന്നത് വിധേയത്വം ശിർക്കും തന്നെയാണ്. മാത്രമല്ല ഉറൂസും അതുപോലെ തന്നെയാണ്. ഉറൂസ് എന്ന് പറഞ്ഞാൽ എന്താ? ഉറൂസ് എന്ന് പറഞ്ഞാല് മഹാന്മാരായിരിക്കുന്ന ഔലിയാക്കളോ അതുപോലെ മഹാന്മാരായിരിക്കുന്ന ആൾക്കാർ മരിച്ച ദിവസം അല്ലെങ്കിൽ ഒരു പ്രത്യേക ദിവസം അവരെ കൂട്ടായിട്ട് പോയിട്ട് സിയാറത്ത് വരുന്നതിനാണ് നമ്മൾ ഉറൂസ് എന്ന് പറഞ്ഞു വരുന്നത്. ആ ഉറൂസിനെ സംബന്ധിച്ചും മൗലിദിനെ സംബന്ധിച്ചും ശിർക്കും വിധേയത്വമായിട്ട് അവരവതരിപ്പിക്കുന്നു. ഇതും സുരക്ഷമായിട്ട് അങ്ങേയറ്റം എതിരാണ്. ഇതിനെല്ലാം പുറമെ അതിനേക്കാൾ രസകരമായ ഒരു കാര്യം രസകരാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരത്തില് ഓർത്താൽ എന്താവുന്ന പറഞ്ഞ്, നിസ്കാരത്തിൽ ഓർത്താല് മുശ്രിക്കാവും. അതേ അവസരത്തില് അതേ മുശ്രിക്കാവെന്ന് പറഞ്ഞ താനവീര നിസ്കാരത്തിൽ ഓർത്താല് മുശ്രിക്കാകിയില്ല. അപ്പൊ മുശ്രിക്കാകിയില്ല. അത് വേണ്ട പോട്ടെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്ന സ്ഥാനത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് താനവി റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാലും മുശ്രിക്കാവൂല. നിസ്കാരമായിരിക്കട്ടെ, एक मुरीद अपने ख्वाब बयान करता है, मैं ख्वाब में देखता हूँ कलिमा शरीफ ला इलाहा इल्लल्लाह मुहम्मद रसूलुल्लाह पढ़ता हूँ, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ചെല്ലുന്നു, ലേക്കിൻ മുഹമ്മദ് റസൂലുള്ളാഹ് की जगह हुजूर का यानी अशरफ अली का नाम लेता हूँ. ചെല്ലാൻ ഉദ്ദേശിച്ച് മുഹമ്മദ് റസൂലുള്ളാഹ്, പക്ഷെ ഞാൻ ചെല്ലുന്നത് എന്താ? അഷ്റഫി റസൂലുള്ളാഹ്. ചെല്ലിപ്പോകുന്ന അഷ്റഫി റസൂലുള്ളാഹ് സ്വപ്നത്തിലാണെന്ന് പറഞ്ഞേ മറക്കണ്ട. അങ്ങനെ ഖാബോ ബേദാരിമേ ഹുസൂർക്കാഹി ഖിയാൽത്ത, ഉറക്കത്തിലും ഉണർവിലും നിസ്കാരത്തിലും അല്ലാതെയും എല്ലാം ഓരേർക്ക് ഓർമ്മയുള്ളൂ. അരെ താനവി സാഹിബിനെ, ലേക്കിൻ ഹാരത്തെ ബേദാർമേ കലിമാ ശരീഫിക്ക് ഗലത്തി പർ ജബ് ഖയാലായാത്ത, പക്ഷെ ഉണർന്നു നോക്കുമ്പോ ഞാൻ ഉറക്കിരുന്നപ്പോ ചെല്ലിയത് മുഹമ്മദ് റസൂലുള്ളാഹിക്ക് പകരം താനവി റസൂലുള്ളാഹ് ചെല്ലിപ്പോയില്ലേ എന്ന് ഓർമ്മ വന്നപ്പോ इस बात का इरादा किया है, ഞാൻ ഉദ്ദേശിക്കേ इस ख्याल को दूर किया जाते, ഈ വിചാരം എനിക്ക് വിട്ടുകളയണം. इस वास्ते के फिर ऐसी गलत नहीं हो जाए, ഇനി അങ്ങനെ വന്നുകൊണ്ടാ ഉണർവിൽ വന്നുകൊണ്ടാണ് ബയാൻ ഖയാൽ ബന്ദ
ബൈഠിക്കുക. അങ്ങനെ ആ വിചാരത്തോടു കൂടി അടിമയായിരുന്നു. അള്ളാന്റെ അടിമയായിരിക്കൂല, അഷ്റഫിന്റെ അടിമയായിരിക്കും. എങ്കിലാട്ടെ. और फिर दूसरे करोड़ लेकर कलिमा शरीफा के गलती की तदारुक में रसूलुल्लाह पर दुरूद शरीफ पढ़ता हो. എന്നിട്ടാണ് പറഞ്ഞതിന് ശേഷം അതിന് പകരം ഏതായാലും ഇത് വന്നുപോയല്ലോ ഉറക്കത്തിനെങ്കിലും അഷ്റഫിൽ റസൂലുള്ള പറഞ്ഞു പോയല്ലോ, അതിന് പരിഹാരമായിട്ട് സലാത്ത് ഇല്ലാന്ന് വെച്ച്. അങ്ങനെ സലാത്ത് ഇല്ലാന്ന് വെച്ചിട്ട് ലേക്കിൻ ഫിർബി കേൾത്താവും അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ വനബിയിനാ വമൗലാനാ അഷ്റഫ് അലി. പിന്നെ 40 തകന്യ ഉണർവിനും ഉറക്കത്തിലല്ല, പിന്നെ 40 തകന്യ. ഇതൊന്നും ശിർക്കല്ല. പിന്നെ നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടുപോകുമെന്ന് വിശ്വസിച്ചാൽ മുശ്രിക്കായി. ഈ ജാതി മാരിയ കൂലിയ കുടിപ്പെട്ട സാധനത്തിന്റെ കുപ്പിന്റെ ജുബയും തൊലയിക്കെട്ടും കെട്ടിയിട്ട് പോയോണ്ട് താടിയും കൊണ്ട് നീട്ടിയ ഇസ്ലാമാവും. നിങ്ങൾ ആലോചിച്ച് നോക്കി. ആരംഭ റസൂലിനെ ഓർത്താ മുശ്രിക്കാവും. അഷ്റഫിനെ ഓർത്താലോ സാക്ഷാൽ മറുപടി എന്നിട്ട് മൂപ്പരെടുത്ത് സ്വാല് വെച്ച് ഖ്വാബ് നഹി ലേക്കിൻ ബേഖ്തിയാർ ഹൂം, ഉറക്കത്തിലല്ല, പിന്നെ എനിക്ക് നിയന്ത്രണം കിട്ടുന്നില്ല, മജ്ബൂർ ഹൂം, സുബാൻ അപ്പിനെ കാബൂമേ നഹി, നാവ് പിടിച്ചാൽ കിട്ടുന്നില്ല. ഇങ്ങനെ പറഞ്ഞു പോകുന്ന സലാത്ത്. എന്നിട്ട് ഞാൻ എന്താ വേണ്ടത് മൂപ്പറെ, ഇങ്ങനെ ആയാലും ഞാൻ എന്ന് ഓരോടത്തേക്ക് സുവാലായിട്ട് ചെന്ന് ആരടുത്ത് സാക്ഷാൽ അഷ്റഫിന്റെ അടുത്ത് इस ख्वाब का जवाब मौलवी अशरफ अली थानवी ने एक दिया. അതിന് മൂപ്പർ തരുന്ന മറുപടി इस वाकया में तसल्ली थी, ആ സംഭവത്തിൽ സമാധാന के तुम जिनकी तरफ रुजू करते हो वो बिअौनिही तआला मुत्तबि सुन्नत है. ദോഷമൊന്നുമില്ല. നിങ്ങളെ മനസ്സിൽ വരിയും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു മുത്തബി സുന്നത്തിനെയാ, പിന്നെന്താ പേടിക്കാൻ? അപ്പൊ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സ്ഥാനം അഷ്റഫിലേക്ക് വെച്ചിട്ട് ഒരു ദോഷവും ഇല്ല, അത് മുത്തബി സുന്നത്തെന്നാ പറയുന്നു. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ മക്കാമോ പന്നിയേക്കാളും ചെരുപ്പൂത്തിയേക്കാളും എല്ലാം താണ മക്കാമാണ് എന്ന് വിശ്വസിക്കണം. എന്നിട്ട് നിസ്കാരത്തിൽ തങ്ങൾ ഓർത്തുപോയാൽ മുശ്രിക്കാകുകയും ചെയ്യും. എന്നിട്ട് അത് നന്നാക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ അബുൽ ഖൈർ എന്ന് പറഞ്ഞ ആള് പുസ്തകം എഴുതിയിരിക്കുന്ന മലയാളത്തിൽ മറുപടി എന്നുള്ള നിലക്ക് എഴുതിയ കൂട്ടത്തിലാ അപ്പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർത്താല് മുശ്രിക്കാവും. അതേ സമയത്ത് തന്റെ ഭാര്യനെയോ അല്ലെങ്കിൽ പെണ്ണുങ്ങളെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെയോ വേശ്യനെയോ ഓർത്തുപോയ ദോഷമൊന്നുമില്ല എന്ന് പറഞ്ഞിടത്തുള്ള ലഫ്ദിന്റെ മുകളിൽ കടന്നു കൂടിയിരിക്കും. ഒരേ സാധനം ഹുക്മ് ചെയ്യുക, 2 ഹുക്മ് കൊടുക്കുക, ഒരേ ലഫ്ദ് ഇത്ലാഖാക്കുക, എന്നിട്ട് ആ കാര്യം ശിർക്ക് ബയാൻ ചെയ്യാനാവുകയും ചെയ്യുക. എന്നിട്ട് നബിതങ്ങളോട് ചേർക്കുമ്പോൾ മുശ്രിക്കാവും, തങ്ങൾ വിചാരിച്ചാലൊന്നും വേശ്യനെ വിചാരിച്ചാൽ മുശ്രിക്കാവൂല എന്നും പറഞ്ഞിട്ട് സമർത്ഥിച്ചിരിക്കുന്ന ആള് തന്നെ ഇവിടെ വരുമ്പോ ഇവിടെ ആദമത്തില്ലേ, ഇതേത് അടിസ്ഥാനത്തിലാണ് മുത്തബി സുന്നത്ത് എന്ന് പറഞ്ഞത്? ചോദ്യം എവിടെയാ? സർഫുൽ ഹിമ്മത്ത് മറുപടി എഴുതി അത് തങ്ങളിൽ ലയിക്കലാണ്, ശിർക്കാൻ തങ്ങളെ ആദമത്ത് വെക്കലാണ്. എങ്കില് അഷ്റഫ് അലി താലവിനെ സംബന്ധിച്ചോ അവിടെ വിചാരിച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന സ്ഥാനത്ത് അഷ്റഫ് അലി റസൂലുള്ളാഹി വെച്ചാൽ വിരോധമില്ല, മുത്തബി സുന്നത്തായി. അത് മുത്തബി സുന്നത്താണ്, വിരോധമില്ല എന്ന് ഫത്വ കൊടുക്കുന്ന അവസരത്തിൽ എത്രമാത്രം അപകടമാണ് എന്ന് സാധാരണക്കാർ വരെ ചിന്തിക്കേണ്ടതാണ്. ചുരുക്കി പറഞ്ഞാൽ 1, 2, 3 കാര്യത്തിലല്ല, ഇനിയും ധാരാളം കാര്യങ്ങളില് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസവും ഈ തബ്ലീഗ് ജമാഅത്തിന്റെ വക്താക്കളുടെ വിശ്വാസവും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മഹാന്മാരായിരിക്കുന്ന ആലിമികൾ 1965 തന്നെ ആ സംഘടന മുബത്തദിഅത്തിന്റെ സംഘടനയാണ് എന്ന് തീരുമാനിക്കുകയും മാത്രമല്ല
അത്തയ്യാത്തുവിനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന വിഷയം വളരെ ഗൗരവത്തിൽ ഉള്ളതാ. എന്തുകൊണ്ട്? ഈ ഹദീസ് റിവായത്ത് ചെയ്തിരിക്കുന്ന മഹാന്മാരായിരിക്കുന്ന സുഹാഹിന്റെയും മുസ്ലിമിന്റെയും മഹാന്മാർ, അവരുടെ എല്ലാം തലപ്പത്തുള്ളതിരിക്കുന്ന അയിമത്ത് മുജ്തഹിദീങ്ങൾ, അവർ ഇന്നേ വരെ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന ലഫ്ളല്ലാതെ ആരും ഇന്നേ വരെ ഒരു കിതാബിലും രേഖപ്പെടുത്തിയിട്ടില്ല. എന്നിട്ട് ആദ്യമായി ഈ ചോദ്യവും മറുപടിയും അലൻ നബി പറഞ്ഞാൽ മതിയാവും എന്ന് പറയുന്നത് ഈ തഖ്വിയത്തുൽ ശിഷ്യനായ ഇസ്മായിൽ ദഹ്ലവിന്റെ ശിഷ്യനായ റഷീദ് അഹമ്മദ് ഗംഗോയിയാണ് അദ്ദേഹത്തിന്റെ ഫത്വാവയിൽ. അതിനുശേഷമാണ് അടുത്ത കാലത്ത് സലഫികളുടെ നേതാക്കൾ എന്ന് പറയപ്പെടുന്നതിരിക്കുന്ന ഇന്നത്തെ അറബി ലോകത്തിലുള്ളതിരിക്കുന്ന മുജാഹിദ് നേതാക്കന്മാരായ ഇപ്പൊ അടുത്ത മാസങ്ങളിൽ കഴിഞ്ഞുപോയ രണ്ട് സാധനം, ഒന്ന് നാസിറുദ്ദീൻ അൽബാനി എന്ന് പറയപ്പെടുന്ന സാധനം, അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹം ഇവിടെ വിതച്ചു വെച്ചിരിക്കുന്ന ഷെറിൽ നിന്ന് സമുദായത്തെ രക്ഷിക്കട്ടെ. എല്ലാ സിഹാഹിന്റെ കിതാബുകളും മാറ്റി എഴുതി, എല്ലാ തഫ്സീറിന്റെ കിതാബുകളും ഇഖ്തിസാർ ചെയ്ത് മാറ്റി എഴുതിയിരിക്കുന്ന ഒരു മനുഷ്യൻ, ഇന്നേ വരെ ലോകം കണ്ടിട്ടില്ലാത്തിരിക്കുന്ന മഹാ അത്ഭുത ശൈത്താൻ, അയാളാണ് ആദ്യം എഴുതിയതെന്ത്? സിഫത്തു സലാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പുസ്തകം എഴുതിയിട്ട് അസ്സലാമു അലൻ നബി എന്ന തയ്യാത്ത് എഴുതിയത്. രണ്ടാമതായി അദ്ദേഹത്തോട് അനുകരിച്ചുകൊണ്ട് അതേപോലെ അടുത്ത മാസത്തിൽ കഴിഞ്ഞ ഇബ്നു ബാസ് അദ്ദേഹത്തിനും ഒരു പുസ്തകം അങ്ങനെയുണ്ട്, എന്ത്? സിഫത്തു സലാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലും എഴുതിയിരിക്കുന്ന അസ്സലാമു അലൻ നബി എന്നാണ്. ഇതിന്റെ എല്ലാം തുടക്കമിട്ടത് തബ്ലീഗാറാണ്. അപ്പോ നിങ്ങൾക്ക് മനസ്സിലാക്കാം, മുജാഹിദ് പ്രസ്ഥാനത്തെക്കാൾ കടുത്ത മുബ്തദികളും കടുത്ത പിഴച്ച പാർട്ടികളും ആണ് തബ്ലീഗ് ജമാഅത്ത്. നിസ്സാരമായ സാരമില്ലാത്ത സാധനമല്ല അത്. നിസ്കരിക്കാൻ പറയുന്നവരല്ലേ, അങ്ങനെ പോയിക്കോട്ടെ, നമ്മൾ ഉപദ്രവിക്കണ്ട എന്ന് വെക്കേണ്ട സാധനമല്ല. ഉപദ്രവിക്കാൻ പറയല്ല, പക്ഷെ കൽബോട് ഉപദ്രവിക്കാതെ നിവൃത്തിയില്ല. ഫബിയദിഹി എന്നുള്ളതിരിക്കുന്ന മക്കാമിൽ നമ്മളില്ലാതെ ഹുക്കാമിന്റേതാണ്. മറാമിങ്കും മുങ്കറൻ ഫല്യുഗയ്യിറു ബിയദിഹി വഇല്ലാ ഫബിലിസാനി. നമ്മുടെ നാവിന് റബ്ബിന് തൗഫീഖോട് കൂടി മറ്റെവിടെയെങ്കിലും സ്വാതന്ത്ര്യമില്ലെങ്കിലും ഭാരതത്തിന് സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് നാവ് കൊണ്ട് അങ്ങേയറ്റം അവരെ ശിർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അതിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി എവിടെയെങ്കിലും പോയിട്ട് അവിടെ നിന്ന് കുഴപ്പത്തെ അടിയിട്ടു എന്ന് കണ്ട ഫബിലിസാനി ഫബി ഖൽബിഹി. അവസാനം കൽബുണ്ടെങ്കിൽ പിൻകാർ ചെയ്യൽ ഉജൂബ. ഇത് ഉജൂബാണ്. കാരണം അങ്ങനെയല്ലാതെ കണ്ട് ഇദാ ദഹറത്തിൽ ബിദ്ഉ വസക്കത്തൽ ആലിമു ഫഅലൈഹി ലഅനത്തുല്ലാഹി വന്നാസി അജ്മഈൻ. അത്തരം വിധേയത്ത് പ്രകടമായിട്ട് വ്യാപകമായി കാണുകയും എന്നിട്ട് ആലിം എന്ന് പറയുന്നിരിക്കുന്ന ആൾക്കാർ മൗനം ദീക്ഷിച്ചും ഉണ്ടായിരിക്കുകയും ചെയ്താൽ അവർക്ക് അള്ളാഹുവിന്റെയും മലക്കുകളുടെയും ജനങ്ങളുടെയും മുഴുവനും ശാപം ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശാപം നേർന്നിരിക്കുന്ന വിഭാഗത്തിൽ അള്ളാഹു നമ്മെ പെടുത്താതിരിക്കുമാറാകട്ടെ. നമുക്ക് ഹക്കിനെ മനസ്സിലാക്കി അതിനെ അനുകരിക്കാനും ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ളതിരിക്കുന്ന തൗഫീഖും ആഫിയത്തും ഹിമ്മത്തും അള്ളാഹു നൽകുമാറാകട്ടെ. ബാത്തിലിനെ ബാത്തിലാക്കി മനസ്സിലാക്കി അതിൽ നിന്ന് മാറുകയും മാറാൻ ജനങ്ങളെ ഉപദേശിക്കുകയും ചെയ്യാനുള്ളതിരിക്കുന്ന തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. ഞാനീ പറഞ്ഞതെല്ലാം തബ്ലീഗ് ജമാഅത്തിന്റെ വെറും ചുരുക്കമാ. ഇനി ഇല്യാസ് സാഹിബ്, ഇനി ഗവൺമെന്റ്, ബ്രിട്ടീഷ് ഗവൺമെന്റ് കൊടുത്ത ശമ്പളം, അഷ്റഫി തനിക്ക് മാസത്തിന് കൊടുക്കാറുണ്ട് 600 അന്നത്തെ റുപ്യ, ഇതൊക്കെ പറയാനുണ്ട്. അതുകൊണ്ട് ബ്രിട്ടീഷുകാര് എതിരാളികളല്ല, ബ്രിട്ടീഷുകാരുടെ ശമ്പളം വാങ്ങിയിട്ട് ഈ പ്രസ്ഥാനം ഏതുപോലെ കാദിയാനി ബ്രിട്ടീഷുകാരെ ദല്ലാളിയായി പ്രവർത്തിച്ചോ അതേപോലെ ബ്രിട്ടീഷുകാരെ ശമ്പളം വാങ്ങിയിട്ട് കെട്ടിപ്പടുത്തിരിക്കുന്ന സാധനമാണ് തബ്ലീഗ് ജമാഅത്ത് എന്ന് ഓർത്തിരിക്കണം. അല്ലാതെ അവര് സക്കാത്ത് ഭാഗിച്ചെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് ആർക്കും ഒരു ആവശ്യമില്ല എന്ന് കാണിച്ചിട്ട് ആരും കൈകാട്ടാനും പിരിവെടുക്കാനോ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ധരിപ്പിച്ചിട്ട് ജനങ്ങളെ വഞ്ചിക്കുന്നതിൽ നിന്ന് സൂക്ഷിച്ചുകൊള്ളണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. آمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم
وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين.